ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും. അതായത് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഇഷ്ടമില്ലാത്ത രീതികൾ പെരുമാറ്റത്തിലൂടെ കാണിക്കുന്ന ചില ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുന്ന ചില പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം ഈ പോയിൻറ്റ്സിൽ നിങ്ങൾ ഏതെങ്കിലും ആളുകളെ, നിങ്ങളുടെ അടുത്തുള്ള കസിനായിരിക്കും, ഫ്രണ്ട്സായിരിക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒരു ചുറ്റുപാടുമുള്ള ആളുകൾ, അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ അംഗീകരിക്കില്ല. നമ്മുടെ ഒരു കാര്യങ്ങളും ഇവർ അംഗീകരിക്കില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കൊരു സക്സസ് ഉണ്ടാകുമ്പം നമ്മൾ ഏറ്റവും വിശ്വസ്തയോടെ ചെന്ന് പറയാൻ നമുക്ക് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ആളെടുത്തായിരിക്കും. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സക്സസ് ഉണ്ടാകുമ്പം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പോയി പറയാണ്, എനിക്ക് ഇന്നൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായി, എനിക്ക് ഇന്നൊരു സക്സസ് ഉണ്ടായി എന്ന് ഞാൻ പറയുകയാണ്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശരിക്കും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷേ ആ സമയത്ത് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ എന്താക്കും, ഓ നിനക്കിത് കിട്ടിയോ, നിനക്ക് പറ്റിയോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കും. അതായത് നമ്മൾ അന്നേരത്ത് ഒന്ന് വണ്ടറടിക്കും, അയ്യോ നമ്മൾ തന്നെയല്ലേ ചെയ്തത് എന്നുള്ള രീതിയിൽ വണ്ടറടിക്കും. അപ്പം അങ്ങനെ പറയുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഒരു അസൂയയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ ഒരു ഡൗട്ടോടു കൂടി അത് അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ അവർക്കൊരു മനസ്സുണ്ടാവില്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ നമ്മുടെ കോൺഫിഡൻറ്റിൽ കയറി കളിക്കും. അതായത് ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയാം, നീ തുടങ്ങിയിട്ട് എന്തിനാ, നിനക്ക് പറ്റുമോ, നിനക്ക് മോണിറ്റൈസേഷൻ കിട്ടുമോ, നീ ഇതിപ്പോൾ എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ആത്മവിശ്വാസത്തിൽ കയറി പിടിക്കും. അപ്പം നമ്മളും ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അതായത് അവർ തമാശ രീതിയിലായിരിക്കും ഇത് നമ്മളെടുത്ത് ഇങ്ങനെ പറയാം. തമാശ രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ട് അവർ തന്നെ ചിരിക്കും. അത് കേട്ട ബാക്കിയുള്ളവർ ചിരിക്കും, തമാശയല്ലേ എന്നുള്ള രീതിയിൽ നമ്മളും ചിരിക്കും. അത് തമാശ തന്നെയാണോ എന്ന് അവർ ചിലപ്പോൾ നമ്മളെടുത്ത് പറയും, ഇങ്ങനെ തോളിലൊക്കെ തട്ടിയിട്ട് ഞാൻ തമാശ പറഞ്ഞതാട്ടോ എന്നുള്ള രീതിയിൽ പറയുമെങ്കിലും ഇവരെ മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതിയെന്നറിയോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തപ്പം അവരവിടെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർ പോസിറ്റീവായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നെഗറ്റീവ് കാര്യം മാത്രമാണ് എപ്പോഴും അവരുടെ വായിൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്, അത് തമാശ രീതിയിൽ ഇങ്ങനെ താക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വ്യക്തികളും ഒരു അസൂയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ കണ്ണുള്ള ആളുകളായിരിക്കും. നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുക, അതായത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കുക, നിങ്ങളുടെ ഒരു കാര്യങ്ങളും അംഗീകരിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. ഓക്കെ. പിന്നെ ചില കൂട്ടരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഫങ്ഷൻസിനോ കാര്യങ്ങൾക്കോ ഒന്നിനും നിങ്ങളെ വിളിക്കത്തില്ല. ഓക്കെ. അതായത് ബാക്കിയുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളെ അവർ വിളിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ചിലപ്പം ഇത് അവരോട്, നീ എന്താ എന്നെ വിളിക്കാതിരുന്നേ, അയ്യോ ഞാൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും, അയ്യോ ഞാൻ മറന്നു പോയതാണ് അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കും. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവിടെ വേണം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വേണം എന്നുണ്ടായിരുന്നെങ്കിൽ എത്ര തിരക്കുള്ള ഒരാളാണെങ്കിലും ഫസ്റ്റ് പ്രിയോറിറ്റി അവിടെ തന്നിട്ടുണ്ടാവും. അത് തരാതെ അവർ ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചു, ബാക്കിയുള്ള ആളുകളോട് എല്ലാം പറഞ്ഞു, ബട്ട് നിങ്ങളോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു പ്രിയോറിറ്റി തരുന്നുണ്ടോ, നമ്മുടെ സക്സസ്സിൽ അവർ സന്തോഷിക്കുന്നുണ്ടോ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അങ്ങനെയുള്ള നമ്മുടെ കൂടെ നിർത്തേണ്ട ആളുകളുടെ ഒരു തെളിവെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പം വർഷങ്ങളോളം കോണ്ടാക്ട്സ് ഉണ്ട്, വർഷങ്ങളോളം എൻ്റെ ഫ്രണ്ടാണ്, വർഷങ്ങളോളം എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സിസ്റ്ററാണ്, ബ്രദറാണ്, അല്ലെങ്കിൽ എൻ്റെ കസിനാണ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള പെരുമാറ്റമാണ് പെരുമാറുന്നതെങ്കിൽ അവിടെ നിന്നും നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതാണ്. അവിടെ ഒരു ബൗണ്ടറി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങൾ ഈ കണ്ണേർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇവരിൽ നിന്നായിരിക്കും. കാരണം ഇവർ നിങ്ങളുടെ സക്സസ്സിനെ ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറായ വ്യക്തികളേ ആയിരിക്കില്ല. ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ നീ ചെയ്തോ, അതാണ്, അയ്യോ നിനക്കിത് കിട്ടിയോ, അതായത് നമുക്കിത് കിട്ടുന്ന നമുക്കൊരു വിശ്വാസമുണ്ട്, പക്ഷെ അവർക്കത് എന്തോ ഒരു ഡൗട്ട് പോലെ ആയിരിക്കും. അത് നമ്മുടെ കോൺഫിഡൻറ്റിനെ ബാധിക്കുന്ന കാര്യമായിരിക്കും. ഓക്കെ. ബാക്കിയുള്ളതിനെ എല്ലാത്തിനെയും തകർക്കാൻ അവർക്ക് ആ ഒരു വാക്ക് മതി. നമ്മുടെ ബാക്കിയുള്ള മുന്നോട്ടുള്ള സക്സസ്സിനെ ഒക്കെ തകർക്കാൻ ഇവരുടെ ഈ ഒരു വാക്ക് മതി. ഓക്കെ. അപ്പം നിങ്ങളുടെ ചുറ്റിനുമുള്ള ഇങ്ങനെയുള്ള ആളുകളെ ഒന്ന് വെച്ച് നോക്കാം.
എപ്പോഴും നമുക്ക് പ്രിയോറിറ്റി തരുന്നവർ തന്നെയാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മളോട് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിൽ വെച്ച് നോക്കണം. അതാണ് ബെസ്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഫ്രണ്ട് ആയാലും ആരായാലും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റണം. ഇവിടെ എനിക്കിപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ട്, എനിക്കിപ്പോൾ ഒരു മോശമായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട്, ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്, എന്ത് കണ്ടാലും ചാടി കയറി പറഞ്ഞാൽ ഓക്കെ. അപ്പം എനിക്ക് ഒരു 2 ഫ്രണ്ട്സും ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ അതിലൊരു ഫ്രണ്ട് എപ്പോഴും ഞാൻ ദേഷ്യപ്പെടുന്നത് കാണുമ്പം എന്നെ കൂളാക്കാൻ ശ്രമിക്കും. നീ കൂളാകുക, ഇങ്ങനെയില്ല, കുഴപ്പമില്ല കൂളാകുക എന്ന് പറയും. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റേ ഫ്രണ്ട് ചിലപ്പം ഇത് തന്നെയാണ് നിൻ്റെ പണി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ, അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കും, നമ്മളെ തിരുത്താൻ ശ്രമിക്കില്ല. അപ്പം അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് കണ്ടോ. അതേപോലെ തന്നെ അപ്പം അതിൽ നമ്മളെ കൂളാക്കുന്നതും നമുക്ക് ആ ഒരു കാര്യം കൂളായിരുന്നുകൊണ്ട് പറഞ്ഞു തരുന്നതും ഇന്നതാണ് നിൻ്റെ മിസ്റ്റേക്ക് ഇതാണ് എന്ന് പറഞ്ഞു തരുന്നതുമാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മൾ വാല്യുബിൾ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഓരോ വ്യക്തിയും നമ്മളുടെ നല്ലത് കണ്ടാലും പറയും, നമ്മുടെ ചീത്തത് കണ്ടാലും പറയും. ഓക്കെ, അവരത് പറയുന്നത് എന്തിനാണ്? നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർ അങ്ങനെ ആയിരിക്കില്ല. ബാക്കിയുള്ളവർ എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കും, ഒരു തെറ്റ് കണ്ടാലും തിരുത്താൻ ശ്രമിക്കില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ചുറ്റിനും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ റെസ്നേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക.